കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തിരുനെൽവേലി കളക്ടർ പറയുന്നു. Yeah, I'm visited all the spots. What's the progress? Now, most of the waste have been loaded. The remaining will be loaded soon. In 2 locations, the work is going on. What will be the precautionary measures after this? We have been in touch with the Kerala team. We are the district collectors and all those senior officials. We are working on strengthening the enforcement at the checkposts, both the sides, and we are also doing a crackdown on the intermediaries who are facilitating this. So there are people anti-social elements, both the sides, who are doing all these things, which is strongly condemned by both the governments. So we are working on increasing the cooperation on both the sides and ensuring that this menace doesn't occur again. What about the inquiry aspect? The investigation is going on. As of now, here we have filed around 4 FIRs and few more complaints have been filed. It is in the process. Detailed investigation is underway. People have been arrested, some intermediaries, some truck owners, the waste processing facility people, all have been arrested. Now they will be produced before court of law. And even if there is somebody else who is behind these other antisocial elements, they will also be taken to task. കളക്ടർ സൂചിപ്പിച്ചതുപോലെ ഭാവിയിലും അവിടെ മാലിന്യ നിക്ഷേപം ഉണ്ടാവാത്ത തരത്തിലുള്ള കർശന നടപടികളുമായിട്ടാണ് തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിർത്തി കടന്ന് എങ്ങനെ ഈ വേസ്റ്റ് ഇനി വരാതിരിക്കുന്നതിനുള്ള കർശന നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് അവിടുന്ന് പങ്കുവയ്ക്കപ്പെടുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി മാലിന്യ നീക്കം പൂർണ്ണമാവും. മാലിന്യ നീക്കം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പല പ്രദേശങ്ങളിലായി കൂട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് പലയിടത്തും. കല്ലൂരിലെ ദൃശ്യമാണിത്. ഇത് കല്ലൂരിലെ കുഴിക്കകത്തും അതുപോലെ തന്നെ വലിയ ജലാശയം പോലുള്ള സ്ഥലത്തുമൊക്കെ കൂടിക്കിടന്ന മാലിന്യമൊക്കെ JCB കൊണ്ട് കോരി മാറ്റി കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. പല ഭാഗങ്ങളിലായി ഇത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്നിത് വാഹനങ്ങളിലേക്ക് മാറ്റുകയാണ് അടുത്ത പടി. ഇതിനകം തന്നെ പല ലോഡ് മാലിന്യം ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ടൺ കണക്കിന് മാലിന്യം എന്ന് തന്നെ പറയണം. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് മാലിന്യ കൂമ്പാരം ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം മുകളിലേക്ക് മറ്റും മാറ്റിയിടുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. 2 സ്ഥലങ്ങളിൽ ഇതിനകം തന്നെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ബാക്കിയുള്ള കൊണ്ടാനഗരവും അതുപോലെ കല്ലൂരും പോലുള്ള ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ, കൊണ്ടാനഗരമാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ഏരിയയിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടുന്ന ഒരു സ്ഥലം. അവിടെയൊക്കെ ഇനിയും കുറച്ച് മണിക്കൂർ കൂടി എടുത്തേക്കാം പൂർണ്ണമായും മാലിന്യ നീക്കം നടത്താൻ, അല്ലെങ്കിൽ പൂർണ്ണമായും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ. കല്ലൂരിലും ഇത്തരത്തിൽ കൂട്ടിയിരുന്ന മാലിന്യങ്ങൾ വാഹനങ്ങളിലേക്ക് മാറ്റി ലോറികൾക്കായുള്ള കാത്തിരിപ്പാണ്. ലോറികൾ നേരത്തെ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി മാലിന്യം ഇവിടെ ഉണ്ട്, നേരത്തെ കണക്കാക്കിയതിനേക്കാൾ കുറച്ചുകൂടി മാലിന്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു വൈകൽ ഉണ്ടാകുന്നത്. ആ ലോറികൾ വന്നാലുടൻ ഈ മാലിന്യങ്ങളും നീക്കം ചെയ്യും. ഇപ്പോഴും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർണ്ണമായും ഈ മാലിന്യ നീക്കം സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ സർക്കാരും തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തിരുനെൽവേലി ജില്ലാ ഭരണകൂടവും ഒക്കെ പുലർത്തുന്നത്. എല്ലാ സഹായവുമായി തമിഴ്നാട് സർക്കാരും ജില്ലാ ഭരണകൂടവും കേരളത്തിന് ഒപ്പം ഈ വിഷയത്തിലുണ്ട്. കേരളത്തിന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും പൂർണ്ണ മനസ്സോടുകൂടി അവർ കേരളത്തിനൊപ്പം നിൽക്കുന്നു. ഇനിയുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള നടപടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ജില്ലാ കളക്ടർ തിരുനെൽവേലി ജില്ലാ കളക്ടർ നമ്മോട് പറഞ്ഞതുപോലെ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കും, എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കും, വാഹന പരിശോധന കുറച്ചുകൂടി കാര്യക്ഷമമാക്കും, ക്യാമറകൾ സ്ഥാപിച്ചുള്ള നിരീക്ഷണം. സാമൂഹ്യ വിരുദ്ധരുടെ വലിയൊരു ശ്രമമാണ്, കൂട്ടായ ശ്രമമാണ് ഇതിന് പിന്നിൽ നിന്ന് മനസ്സിലാക്കുന്നു സർക്കാരുകൾ എല്ലാം. അതുകൊണ്ട് തന്നെ അത്തരം അത് ആവർത്തിക്കാനുള്ള നടപടികളിലേക്കും പോകും. ഏതായാലും കേരളത്തിൽ വലിയ നാണക്കേടുണ്ടാക്കിയ വലിയൊരു തെറ്റ് കേരളം പരിഹാരം കാണുകയാണ്. അതിന് തമിഴ്നാട് പൂർണ്ണ മനസ്സോടുകൂടി കേരളത്തിനൊപ്പം നിൽക്കുന്നു. അതാണ് ഈ തിരുനെൽവേലിയിലെ മനോഹരമായ ഒരു ഭൂപ്രദേശത്തെ ഇങ്ങനെ മലിനമാക്കിയ ക്രിമിനൽ സംഘങ്ങൾക്ക് നടപടിയാണ് ഏറ്റവും ആവശ്യം. മാലിന്യ നീക്കം ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായും മാലിന്യങ്ങൾ നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും അധികൃതർക്കുള്ളത്. തിരുനെൽവേലിയിലെ കല്ലൂരിൽ നിന്നും TS ഹരീഷിനൊപ്പം VV അരുൺ, ന്യൂസ് 18.